ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് എന്ന ചാപ്റ്ററിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും പിക്ചർ ഒന്ന് നോക്കിയേ. രണ്ട് ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നത്? ഒരു മരത്തടി ഫസ്റ്റ് കേസിൽ അവരെന്ത് ചെയ്തു? അവരൊന്ന് റോൾ ചെയ്ത് മൂവ് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? സെക്കൻഡോ, അവരിനെ വലിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നോക്കിയേ, വിച്ച് ഓഫ് ദിസ് മെത്തേഡ്സ് ഈസ് ഈസി ഇൻ മൂവിങ് ഒബ്ജക്ട്സ്? ബൈ ഡ്രാഗിങ് ഓർ ബൈ റോളിങ്? ഡ്രാഗിങ് ആയിരിക്കോ റോളിങ് ആയിരിക്കോ ഈ മരത്തടിയെ മൂവ് ചെയ്യാനായിട്ട് എളുപ്പം? ഒന്ന് പറഞ്ഞു നോക്കിയേ എല്ലാവരും. ഡ്രാഗ് ചെയ്താലാണോ റോൾ ചെയ്താലാണോ പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക? നമുക്കിതിനെ മൂവ് ചെയ്യണം അല്ലേ? മരത്തടീനെ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഏതായിരിക്കും എളുപ്പം? റോൾ ചെയ്യുമ്പോഴായിരിക്കും എളുപ്പം ഉണ്ടാവുക അല്ലേ? അതെങ്ങനെയാണ് റോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവുന്നത്? രണ്ടും സെയിം ഒബ്ജക്റ്റ് തന്നെയാണ്, രണ്ട് കേസിലും സെയിം മരത്തടി തന്നെയാണ്. പക്ഷേ റോൾ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഈസി അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും വായിച്ചേ. വെൻ എ ബോഡി റോൾസ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ്സ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. എന്താ പറഞ്ഞേ? ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിൽ കൂടെ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ എന്താ പറയുക? റോളിംഗ് ഫ്രിക്ഷൻ. ക്ലിയർ ആണോ? ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിൽ കൂടെ റോൾ ചെയ്യുമ്പോൾ അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്താ പറയുക? റോളിംഗ് ഫ്രിക്ഷൻ. നെക്സ്റ്റ് നോക്കിയേ. When a body slides on the surface of another body, the force of friction which originate is called എന്താ? സ്ലൈഡിങ് ഫ്രിക്ഷൻ. അപ്പോൾ ഏതൊക്കെ ഫ്രിക്ഷനാണ് പറഞ്ഞേ? ഒന്നാമത്തെ റോളിംഗ് ഫ്രിക്ഷൻ, രണ്ടാമത്തെ സ്ലൈഡിങ് ഫ്രിക്ഷൻ. റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡ് ചെയ്യുമ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. അപ്പോൾ രണ്ട് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ ഈ പിക്ചർ നോക്കിയേ. ഫസ്റ്റ് കേസിൽ റോളിംഗ് ഫ്രിക്ഷൻ ആണോ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണോ? ഫസ്റ്റ് കേസിൽ റോളിംഗ് ഫ്രിക്ഷൻ അല്ലേ? സെക്കൻഡ് കേസിലോ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ് അല്ലേ? അപ്പോൾ റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിങ് ഫ്രിക്ഷനും എന്താണെന്ന് മനസ്സിലായി. പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താ നോക്കിയേ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഈസി ആവുന്നതെന്ന്? റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ് ദാൻ എന്തിനേക്കാൾ? സ്ലൈഡിങ് ഫ്രിക്ഷൻ അല്ലേ? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് റോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായോ? റോളിംഗ് ഫ്രിക്ഷൻ ഓൾറെഡി കുറവാണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ് കൂടുതൽ ഉണ്ടാവുക. ഫ്രിക്ഷൻ കുറവായത് കാരണം നമുക്ക് റോൾ ചെയ്തിട്ട് ഒബ്ജക്ട്സിന് മൂവ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി ഈസി. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ്. ഫ്രിക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ മെനി സിറ്റുവേഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. ശരിയാണല്ലേ? നമ്മളിപ്പോൾ ഈ മരത്തടീനെ ഉരുട്ടി നീക്കുന്ന കേസ് തന്നെ പറഞ്ഞു. അതുപോലെ ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് ഫ്രിക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെവർത്തിലെസ് ഫ്രിക്ഷൻ ഹാസ് സം ഡിസ്അഡ്വാൻറ്റേജസ് ടു. അപ്പോൾ ഫ്രിക്ഷന് അഡ്വാൻറ്റേജ് മാത്രമല്ല കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. നമുക്ക് നോക്കാം. ഗിവൻ ബിലോ ആർ സം സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ഈസ് ബെനഫിഷ്യൽ ആൻഡ് നോൺ ബെനഫിഷ്യൽ. ടാബുലേറ്റ് ദം. ഓക്കെ, കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതൊക്കെ. അതിൽ ഏതൊക്കെയാണ് ഫ്രിക്ഷൻ ബെനഫിഷ്യൽ ആവുന്നതെന്നും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഫ്രിക്ഷൻ നോൺ ബെനഫിഷ്യൽ ആവുന്നതെന്നും ടാബുലേറ്റ് ചെയ്യണം. എല്ലാവരും നോക്കിക്കേ. നോക്കിയോ എല്ലാവരും? ഫ്രിക്ഷൻ ബെനഫിഷ്യൽ ആവുന്നതും ഫ്രിക്ഷൻ നോൺ ബെനഫിഷ്യൽ ആവുന്ന സിറ്റുവേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ സിറ്റുവേഷൻ ഏതാ? സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്സ് ഓൺ ദ സൈഡ് ഓഫ് എ മാച്ച് ബോക്സ്. എല്ലാവരും തീപ്പെട്ടി കത്തിക്കാറില്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വെയർ ആൻഡ് ടയർ ഓഫ് മെഷീൻസ് എന്ന് പറഞ്ഞാലോ എന്താണെന്നറിയോ? ഈ മെഷീൻസിനൊക്കെ എന്താ ഒരുപാട് നാൾ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് പറയുന്നത് വെയർ ആൻഡ് ടയർ ഓഫ് മെഷീൻസ് എന്ന്. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാലോ നമ്മൾ വസ്തുക്കൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതും ഫ്രിക്ഷൻ അവിടെ ബെനിഫിഷ്യൽ ആണോ നോൺ ബെനിഫിഷ്യൽ ആണോ എന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. വാക്കിംഗ് നമ്മളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ബെനിഫിഷ്യൽ ആവുന്നുണ്ടോ ഫ്രിക്ഷൻ നോൺ ബെനിഫിഷ്യൽ ആണോ എന്നൊക്കെ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മനസ്സിലാലോചിക്കണം കേട്ടോ സിറ്റുവേഷൻസ് പറയുമ്പോൾ. ഇനി ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഈ വണ്ടികളൊക്കെ ടയർ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അതിൻ്റെ ഏറ്റവും പുറംവശം നല്ല മിനുസാണോ? നല്ല മിനുസപ്പെടുത്തിയിട്ട് നല്ല പ്ലെയിൻ ആക്കിയിട്ടാണോ വെച്ചിട്ടുണ്ടാവുക? അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ വണ്ടികളുടെ ടയറുകളുടെ മുകളിൽ ഒരു വേറെ ഡിസൈൻസിൽ അങ്ങനെ വെട്ട് പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇന്ന് കാണാത്തവരൊക്കെ ശ്രദ്ധിച്ച് നോക്കണേ. എന്താണെന്ന് വെച്ചാൽ മിനുസല്ല ഉണ്ടാവുക, പല ഡിസൈൻസിൽ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഒരു പ്രത്യേക ഡിസൈനിലായിരിക്കും അതിൻ്റെ പുറം വെച്ചിരിക്കുന്നുണ്ടാവുക. അതിനാണ് പറയുന്നത് ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. നെക്സ്റ്റ് എന്താ? വെയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടികൾ കുറേ നാൾ ഓടി റോട്ടിൽ കൂടെ ഓടി എന്തുണ്ടാവും?
തേയ്മാനം സംഭവിക്കും അല്ലേ? ടയറുകൾക്കും തേയ്മാനം സംഭവിക്കാറുണ്ട്. അങ്ങനെ തേഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? പുതിയ ടയർ ഇടും അല്ലേ? ടയർ മാറ്റും. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ടയർ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ ടയർ മാറ്റിയിടാറുണ്ട് അല്ലേ? അപ്പോൾ എന്താ പറയുക? വെയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ്. ടയറുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നത്. നെക്സ്റ്റ് എന്താ? ഫ്യുവൽ ലോസ്. ഫ്യുവൽ ലോസ്, ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്യുവൽ ലോസിനും കാരണമാകാറുണ്ട്. ഫ്യുവൽ ലോസ് നമ്മൾ ഇന്ധന നഷ്ടം അല്ലേ? കൂടുതലായിട്ട് ഫ്യുവൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടമുണ്ടാവും. അങ്ങനെ ഫ്യുവൽ ലോസ് ആണ്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ് വായിച്ചല്ലോ, എൻ്റെ മീനിങ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ആലോചിച്ചൂടെ എവിടേക്കാണ് അത് ബെനിഫിഷ്യൽ ആവുന്നത്, ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആവുന്നതും എവിടേക്കാണ് ഫ്രിക്ഷൻ നോൺ ബെനിഫിഷ്യൽ ആവുന്നതും നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ഇനി നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാലോ. ഓക്കെ, ചെയ്ത എല്ലാവരും ഇതുപോലെ ടാബ്ലേറ്റ് ചെയ്ത എല്ലാവരും സിറ്റുവേഷൻസ് ഒക്കെ എല്ലാം മീനിങ് ഒക്കെ ക്ലിയർ ആണ്. അപ്പോൾ വേഗം ടാബ്ലേറ്റ് ചെയ്യാം. കഴിഞ്ഞല്ലോ. നോക്കാം നമുക്ക് ആൻസേഴ്സ്. ഓക്കെ, എല്ലാവരും ശരിയാണോ? എല്ലാവരും ആൻസേഴ്സ് ശരിയാണോ നോക്കൂ. സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്സ് ഓൺ ദ സൈഡ് ഓഫ് മാച്ച് ബോക്സ്. ഫ്രിക്ഷൻ അവിടെ ബെനിഫിഷ്യൽ ആണല്ലേ? ഫ്രിക്ഷൻ ഇല്ല, നല്ല മിനുസാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീപ്പെട്ടി കത്തിച്ചാൽ കത്തോ? ഇല്ല. അപ്പോൾ ഫ്രിക്ഷൻ അപ്പോൾ എന്താ? അവിടെ ബെനിഫിഷ്യൽ ആണ്. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ്, അവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ എന്താണ്? ബെനിഫിഷ്യൽ ആണ്. നെക്സ്റ്റ് എന്താ? വാക്കിംഗ്. നമുക്ക് വാക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ നടക്കുന്ന തറയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ എന്താണ്ടാവുക? ചവിട്ടി കഴിഞ്ഞാൽ വഴുതി വീഴും. അവിടെ എന്താണ്? ഫ്രിക്ഷൻ ഇല്ല അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ അവിടെ ബെനിഫിഷ്യൽ ആണല്ലോ. അതെ. ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്, അത് എന്തുവാണ്? അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബെനിഫിഷ്യലാണ്. ഇനി എവിടേക്കാണ് നോൺ ബെനിഫിഷ്യൽ നോക്കിയേ? വെയർ ആൻഡ് ടയർ ഓഫ് മെഷീൻസ് അല്ലേ? യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും. അത് ഫ്രിക്ഷൻ കാരണമാണല്ലോ. അപ്പോൾ അവിടെ നോൺ ബെനിഫിഷ്യലാണ്. വെയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ്, വാഹനങ്ങളുടെ ടയറുകൾ കൂടുതൽ നാൾ ഓടി കുറേ സമയം എത്തുമ്പോൾ എന്തുണ്ടാവും? തേയ്മാനം സംഭവിക്കും അല്ലേ? അപ്പോൾ അവിടെയും ഫ്രിക്ഷൻ നോൺ ബെനിഫിഷ്യലാണ്. ഇനി ഫ്യുവൽ ലോസ്, ഇന്ധന നഷ്ടവും എന്തുതന്നെയാണ്? നോൺ ബെനിഫിഷ്യൽ തന്നെയാണ്. അപ്പോൾ ടേബിൾ ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ കാരണം കുറച്ച് സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ നോൺ ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുറയ്ക്കണ്ടേ? അപ്പോൾ നമുക്ക് കുറച്ച് മെത്തേഡ്സ് നോക്കാം ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. നിങ്ങൾ ഈ പിക്ചർ നോക്കിയേ. വഞ്ചി, പിന്നെ എന്താ? ഒരു എയ്റോപ്ലെയിൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ റേസിംഗ് കാർ അല്ലേ? ഇതിനൊക്കെ ഷേപ്പ് നോക്കിയേ. ഇതിൻ്റെ എഡ്ജുകൾ എങ്ങനെയാണെന്ന് നോക്കിയേ. ഷാർപ്പാണ് അല്ലേ? വൈഡായിട്ടാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അല്ല, നല്ല ഷാർപ്പായിട്ടാണ്. ഈ വഞ്ചി ആയാലും എയ്റോപ്ലെയിൻ ആയാലും, വഞ്ചി വെള്ളത്തിൽ കൂടെ പോവും, എയ്റോപ്ലെയിൻ എയറിൽ കൂടെ പോവും, റേസിംഗ് കാറൊക്കെ എങ്ങനെയാണ്? റോഡിലൂടെ പോവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കുമ്പോൾ അതിൻ്റെ എഡ്ജുകളൊക്കെ നല്ല ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തത്. വൈഡല്ല, ഷാർപ്പാണ് അല്ലേ? വൈ ആർ ദ ഡിസൈൻ ഇൻ പെക്യുലർ ഷേപ്പ്? അവരെന്തിനാണ് ആ പ്രത്യേക ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അറിയോ? നോക്കിയേ. ഡോണ്ട് യു തിങ്ക് ദിസ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ഡ്യൂ ടു എയർ, വാട്ടർ ഓർ ബോത്ത് വെൻ ദേ മൂവ് ഫോർവേഡ് അല്ലേ? ഇപ്പോൾ വഞ്ചി ആയാലും എയ്റോപ്ലെയിൻ ആയാലും അവർ എയറിൽ കൂടെ വാട്ടറിൽ കൂടെ ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് അവർ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കണത്? ആണോ? എന്നാലോചിച്ച് നോക്കിയേ.